അല്ല, അനുരാഗേട്ടന്റെ കല്യാണം വ്ലോഗ് എടുക്കണോ വേണ്ടേ? എടുക്കണം. ജോഷ പറയൂ, അപ്ഡേറ്റ് പറ. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോ ആലുവയിലും എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടി. പലരും പല സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഇപ്പം കണ്ടുമുട്ടി. നമ്മളിപ്പം ചായ കുടിക്കുന്നു, പ്ലസ് പുഷ്പയുടെ ബീഫ് കറി, അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറി, പിന്നെ ഇവിടുന്ന് അതിനോട് പഴംപൊരിയും ഷവർമയും ഒക്കെ മേടിച്ച് ഒരു കോമ്പോ ഒക്കെ കഴിച്ചിട്ട് ഷവർമ ബീഫ് കറിയിൽ മുക്കി തിന്നുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നമ്മളിന്ന് നേരെ അത്താണിക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. അമൽ കൃഷ്ണ എന്റെ അളിയന്റെ വീട്ടിൽ. കൊച്ചുണ്ണി എന്റെ അനന്തരം കളിക്കുന്നത്. അമൽ കൃഷ്ണ നാളത്തെ കല്യാണ ഔട്ട്ഫിറ്റ് എന്തുവാ? നൈറ്റി. നൈറ്റി ഇവിടെ വരെയുള്ള നൈറ്റി. നിക്കർ മതി, നിക്കർ മതി. ഇവിടെ വരെയുള്ള പക്ഷേ നന്ദു മാത്രമുള്ള കല്യാണ ചെറുക്കനെ പോലെ ഡ്രസ് ഇട്ടു. ഏത് കളറാണ്? ബ്ലൂ, ലാവൻഡർ. അമൽ കൃഷ്ണ കളർ എന്തുവാ? പച്ച. ഇല്ലില്ല, ഞാൻ എറണാകുളം ഇവന്റിലാണ് നമ്മൾ പോകുന്നത്. 9 പേർക്ക് പോകാൻ പറ്റൂല, 7 പേരുടെ വണ്ടി. ഇത് പിടിച്ചാ കേസാണ്. അത് ഇതൊക്കെ പറ്റിയാണ്. ആൾക്കൊന്ന് 1000 വെച്ച് പോകും. ഇത് ബ്ലോഗിൽ വരുമല്ലേ? ഇത് ബ്ലോഗിൽ വരില്ലേ? ഇത് വരും. ഇതൊക്കെ ആകെ 10 അല്ല, ആകെ 5 പേര് കാണുന്ന വ്ളോഗല്ലേ? അപ്പൊ പിന്നെ ഈ കള്ളല്ല, ഞാൻ കമന്റ് ഒക്കെ വണ്ടി എടുക്കും. ഞാൻ വേണമെങ്കിൽ എന്നെ ആദ്യം എനിക്കോട്ടൊരു വിട വിട്ടേക്കണം ഉറപ്പായിട്ടും. അത് കൺഫേം അല്ലേ? നന്ദുന്റെ വണ്ടി ഇരുന്നത് ഞാൻ പറയണേ. ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകുന്നത്. നമ്മളിപ്പോ ജൂബിലി ഹോസ്പിറ്റൽ റോഡ്, പാലക്കാട്, തൃശ്ശൂരാണ്. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളു നമ്മൾ താമസിക്കുന്ന ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ. അതെ, ഓക്കെ. പക്ഷെ കുറച്ചധികം പ്രശ്നങ്ങളുള്ള റോഡായതുകൊണ്ട് താമസിക്കും. അളിയൻ നമുക്ക് വേണ്ടി പല പല സർപ്രൈസുകൾ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അറിയില്ല ഗൈസ്, അവിടെ ചെല്ലുമ്പോഴേ അറിയും. ലവ് യു അളിയ. അതിനിത് അളിയൻ കാണത്തില്ലല്ലോ. മച്ചമ്പൂക്കാവിലെത്തി. ഇനി 12 കിലോമീറ്റർ അളിയന്റെ വീട്ടിൽ. ഇത് ആലപ്പുഴ തുറക്കാര്. ഹലോ, മെർജായി ആലപ്പുഴയും തൃശ്ശൂരും കൂടി. രാജു വ്ളോഗ്. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ഇത് അമലേട്ട അളിയന്റെ എന്റെ അനന്തരന്റെ വീട് അളിയന്റെ വിളിച്ചു. ഇത് ജമാലു. ഫ്രീ ടൈമിൽ എന്ത് ചെയ്യുന്നു? വെള്ളം കലക്കുന്നു. നാണം കൊണ്ട് കുട്ടി പേര് മറന്നുപോയി. അമൽ കൃഷ്ണ കാലിട്ട് ഇങ്ങനെ ആക്ക്. സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെ കണക്ക് പറയുന്നത് സാറേ. ഒരു ഭൂമിക്ക് വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നതാണ്? വല്ലതും ബാക്കി വെച്ചോ. ജ്യോതിഷ നമ്മളിവിടെ അമൽകൃഷ്ണന്റെ അളിയന്റെ വീട്ടിലാണ്. അൻപിനെ കട്ടണമേ. ഇങ്ങനെ ചേച്ചേ ഇന്നാണ് എന്റെ ഏട്ടന്റെ കല്യാണം. ഞങ്ങൾ കാത്തിരുന്ന ദിവസം.
ഗായത്രി ലുക്ക് ഹിയർ ആൻഡ് സ്മൈൽ. ഫൈനലി പോവാണ് ഗൈസ് നമ്മൾ. ജോഷ പറ ജോഷ, നമ്മളിപ്പോ എവിടാ? നമ്മള് ഗുരുവായൂർ അമ്പലത്തിലെത്തി. നമ്മളെത്തിയപ്പോ കുറച്ച് കഴിഞ്ഞു, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഓൺ ടൈമാണ്. അതെ, എന്ത് വേണോ സംഭവിക്കാമായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല. അതെ, ആൻഡ് അനുരാഗ്സ് മാരേജ് കഴിഞ്ഞില്ല. നമ്മൾ സെറ്റാണ്. നമ്മൾ ഇപ്പൊ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അതെ, അടിപൊളി. നമ്മൾ സെറ്റ് ജിം ജോഷ പറ. കല്യാണം കഴിഞ്ഞു. വരവീട് കൊച്ചുണ്ണി. കല്യാണം കഴിഞ്ഞു. നമ്മള് വന്നത് സക്സസ്ഫുൾ ആയി. ഞങ്ങൾ വിചാരിച്ചു കല്യാണം കാണാൻ പറ്റുമായിരുന്നു. കണ്ടു ഞാൻ കണ്ടില്ല. ഉറങ്ങിയവരൊരു സൈഡിൽ, ഉറങ്ങാത്തൊരു സൈഡിൽ. ഉറങ്ങിയവർ ഉറങ്ങട്ടെ, ഉറങ്ങാത്തവർ ഉറങ്ങണ്ട. പക്ഷെ അനുരാഗട്ടെ കല്യാണം കഴിച്ചു. ഉറങ്ങാത്തവർ ഞാൻ ഉറങ്ങിയിട്ടില്ല. അനുരാഗട്ടെ സിംഗിൾ അല്ല ഗൈസ്, അനുരാഗട്ടെ മിങ്കിളായി. ഇതുപോലെ വേണ്ട ഒരെണ്ണം. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഫോട്ടോഷൂട്ടാണ്. അവരെ ചേർത്ത് പിടിച്ചു ഫോട്ടോഷൂട്ട്. ഓ, ഗുരുവായിരുന്നു. കല്യാണത്തിന് വന്ന കേട്ടോ. അങ്ങനെ അവർ ഒന്നായി. എന്താ തുറന്നു കിടക്കണേ ചേട്ടാ? ബാക്ക്ഗ്രൗണ്ട് പറ. അവളും അമിതും കടലും. ഡോറോട് അടച്ചു കൊടുക്കണ. അപ്ഡേറ്റ്സ്. അന്നകന്റെ താലികെട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളത്. 10:30 വരുന്നുണ്ടെങ്കിൽ 11:30. ഇവിടെ സംഭാരമൊക്കെ കുറിച്ച് നാരങ്ങളൊക്കെ ഫുഡ് കിട്ടിയില്ല ഇതുവരെ. വെരി ബാഡ്. 7 മണിക്ക് എല്ലാം കഴിഞ്ഞു. സാമ്പാറിന് ഉപ്പ് പോരാ. സാമ്പാറിന് ഉപ്പ് പോരെ? പഴം കൊള്ളാം. അത് രാജു കഴിച്ചു. ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ വാക്കൊന്ന് പരിണാമം വരണം. എന്നിടല്ലേ വ്ളോഗില് ഏതാണ് പച്ചക്കറിയിലാണോ? ക്യാമറ ഷൈ. എനിക്ക് ക്യാമറയുടെ ഫ്രണ്ട് വരുന്നത് എന്നിട്ടല്ലേ പ്ലീസ്. നിന്നെ ഇപ്പൊ മറ്റേ സ്ക്രീനിൽ കാണിക്കും. നന്ദു ആരും വന്നു. കൃഷ്ണ എന്തുവാ? ഞാൻ 200 കോട്ടമുക്ക് ചോദിച്ച 300. നാരങ്ങ ഇളമ്പാത്തട മഹിമ. അയ്യേ, മൈമ എത്ര? 202. നെയ്യാറ്റിൻകര ഗോകുൽ. നെടുമങ്ങാട് ഗോകുൽ. 501 രൂപ. റിച്ച് അൽ ഗോകുൽ. കുറ്റിപ്പുറ രാജു. നാരങ്ങ പൈസളം. കുറ്റിപ്പുറ രാജു എത്ര? 501. അത് ഞാൻ കൊടുത്തതാ. ഈ പാദം ഈ പാദമല്ലേ പാദരക്ഷക. പാദരക്ഷകൾ. ആ കാല് കണ്ടാലറിയാം അവന്റെ പാദമുദ്രകൾ വലുതായിരുന്നു അവനെ പോലെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നന്ദു, കൊച്ചുണ്ണി. അതിന്റെ കോറപ്പും വരും.
അയ്യോ പാടല്ലേ. നമ്മക്കല്ലേ അറിയൂ. ജോഷ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? കല്യാണം അടിപൊളിയായിരുന്നു. നമ്മള് ഗുരുവായൂർ പോയി, അവിടുന്ന് പിന്നെ ഓഡിറ്റോറിയം വന്നു. ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി, അതേ ഉള്ളൂ. അപ്പോൾ അനുരാഗേട്ടന് ഒരിക്കലും മറക്കില്ല ഈ ദിവസം. കല്യാണം അല്ലെങ്കിൽ സ്പെഷ്യലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഡബിൾ സ്പെഷ്യലാക്കി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അതെ അതെ ഗായ്സ്, അതാണ് സത്യം. ഗായ്സ്, അപ്പോൾ നമ്മുടെ കല്യാണ പരിപാടികളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ടയർഡായി, ഒട്ടും വയ്യ. ഇനി അപ്പം നമുക്ക് റിസപ്ഷൻ എന്ന് ശനിയാഴ്ച ഗുരുവായൂർ അമ്പലനടയിലെ കല്യാണം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതൊരു അവസാനമല്ല, ഇത് പാർട്ട് 1 ആയിരിക്കും. പാർട്ട് 2 അത് പക്ഷെ രണ്ടും കൂടെ ഒരു വ്ലോഗായിരിക്കും. വ്ലോഗായിരിക്കും, പക്ഷെ നിങ്ങൾ കാണാം, നല്ല രസമായിരിക്കും. ഇനി ഇന്റർവെൽ കഴിഞ്ഞ് നമ്മൾ പിന്നും കാണും. അന്ന് പ്ലം അടിച്ചതാണ്, ഇതിപ്പോൾ 2 ദിവസമായി. വെള്ളമാണ് ഗൈസ്, വ്യൂ എന്തോ ഗൈസ്. ഇതെന്ത് നദിയാണ്? ഇതെന്താണിത്? ഇത് കായലാണ്. എന്ത് കായൽ? പേര് പറ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ബീഫും അലുവ കഷ്ണം പോലിരുന്നു. യെസ്, അതെ, ആ കഷ്ണം പോലെ തന്നെയാണ് ബീഫ് ഇരുന്നത് ഗായ്സ്. ഞാൻ കുളിച്ചു ഗായ്സ്. ഹോം സ്റ്റേ കാണിച്ചു തരാം ഗായ്സ്. ഓക്ലാൻഡ് ഹോം സ്റ്റേ. രാജു, കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 4 എങ്ങനെയുണ്ട് 4 ദിവസം? കല്യാണം കഴിഞ്ഞാലേ മനസ്സിലാക്കൂ. 2 കെട്ടിയ പോലെയാണ് പറയുന്നത്. ഓക്കെ ചേട്ടാ, റിസപ്ഷൻ കാണാം. ഈ പേക്കോലത്തിൽ നിന്ന് കോട്ട സൂട്ടും ആണോ? എന്താ ഔട്ട്ഫിറ്റ്? സോക്സോ? ചെറിയ മയക്കത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം നമുക്ക് രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വന്നിട്ട് നമ്മളെ ദാരുണമായി നമ്മളെ പറ്റിച്ചിരിക്കുന്നു. അയ്യോ, അതാണ് ഒരു തംബ്നെയിൽ. റിസപ്ഷന് പോയപ്പോ കിട്ടിയ വള്ളി, അങ്ങനെ തംബ്നെയിൽ. ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇടുന്ന അമൽ കൃഷ്ണ. മേക്കപ്പ് ഇല്ല ഗൈസ്, ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണ്. സ്കിൻ കെയർ. മുടുക്കനായി. അമൽ കൃഷ്ണ അമൽ കൃഷ്ണ. വാവ്. അല്ല, കല്യാണ ചെക്കൻ ആരും നോക്കില്ല. മൂക്കുത്തി ഉണ്ട്, വാലുണ്ട്, കമ്മല്. ഞാൻ ഓടിച്ചു വരത്തില്ല, കാലാണ്. എനിക്ക് പോയില്ല, അവനക്ക് മയില പറ്റിക്കേ. നമ്മള് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഓഡിറ്റോറിയം ചെന്നിട്ട് കാണിച്ചു തരാം. ആണ്. നോക്ക്, എന്റെ കയ്യിലൊന്നുമില്ല. 18+ കൊണ്ടല്ല, 24 ക്യാരറ്റ് ആണോ 22 ക്യാരറ്റ് ആണോ? ഇത് 2 പവൻ. 2 പവനോ? ഇത് ഞാൻ ഓഡിറ്റോറിയം ചെന്നിട്ട് പറഞ്ഞുതരാം. ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളത്. ഒന്നുമില്ല കഴുത്തിലൊന്നുമില്ല, കയ്യിലും. സൗന്ദര്യത്തിനാണെങ്കിൽ അല്ലാതെ നമ്മൾ കൺവെൻഷൻ സെന്റർ എത്തിയിരിക്കുകയാണ്. കൺവെൻഷൻ സെന്ററിന്റെ പേര് ഇനി എന്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. അവരാണോ വരുന്നേ? കൂട്ടുകാരന്മാരെത്തിയിരിക്കുന്നു. അത് കൂട്ടുകാരും
അല്ല, ഇത്രയും ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വന്ന് നല്ല എക്കണോമിക് ക്ലാസ്സിലാണ് വന്നിറങ്ങുന്നത്. ഇറങ്ങാനൊന്നും പോയ പ്രായമായി. പൈസ കൊടുക്കാൻ ഡിലേ ആയിരുന്നു. പൈസ കൊടുത്തിട്ട് ഇറങ്ങുന്നതിന് ഒരു സ്ലോ മോഷൻ ആയിരുന്നല്ലോ. വെഡിങ് സെറമണി. എന്തോ അയ്യേ ചളി പറയുന്നു. നീലക്കുയിൽ. ഒരു ഉപയോഗം ഇല്ലാത്ത 3 യുവാക്കൾ. നമ്മളല്ലേ മെയിൻ കുടുംബക്കാരെ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലേ നിനക്ക് അറിയാൻ പറ്റും. അപ്പൊ നീ മനസ്സിലാക്കുന്നത് ഇതൊന്നും ഇപ്പൊ നിനക്ക് മനസ്സിലാകത്തില്ല. കല്യാണം കഴിഞ്ഞ് നീ അനുരാഗിനെ ഓർക്കും. അപ്പൊ നീ എന്നെ മനസ്സിലാക്കും. അവനെ ഓർക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണുമ്പിള്ള ഓർക്കുന്നത്. അതന്നെ. ഗായത്രി ഹായ് പറ. എന്ത് പറയാനുണ്ട്? ഇവിടെ മന്ദരം ടീമിന്റെ നമ്മുടെ നമ്മളിന്നിവിടെ പൊളിക്കും. കേക്ക് കട്ട് സെറമണി കഴിഞ്ഞത് വലിയൊരു കേക്കായിരുന്നു അത്. 2 ഡക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് 2 ടയർ. 2 families close together. വൺ ഫാമിലി ഓൺലി. ചേച്ചിയുടെ ഫാമിലി കണ്ണൂർ ഗോയ. Gold ആണോ? കണ്ണൂർ ഗോയിങ്. വെള്ളത്തിൽ വീട് ഇനി എന്നാ കാണുന്നേ? ഇനി ഓണമൊക്കെ വരുവാണ്. പക്ഷെ മഹിമയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം മഹിമയ്ക്ക് ലീവില്ല. ഓൾറെഡി എല്ലാ ലീവും ഞാൻ എടുത്തു. എൻ്റെ അമ്മമ്മയൊക്കെ ആശുപത്രിയിലാണിപ്പോ. ഓക്കെ, തിരികെയാണ്. ഈ വ്ലോഗിൽ എപ്പോഴെങ്കിലും ചെയ്തുണ്ടായിരുന്നു ഈ കോലത്തിൽ? കല്യാണത്തിനുണ്ടായിരുന്നു. ഇത് യൂട്യൂബിന്റെ എൻഡിങ്. ഈ കോലത്തിൽ വേണ്ടല്ലോ അല്ലേ? അല്ല, കുഴപ്പമൊന്നുമില്ല. സിനിമ നടനാണ്. ഇതൊക്കെ പേജിലൊക്കെ വരും. മറ്റേ നീലക്കുയിൽ, പച്ചക്കുയിൽ വരും. അപ്പൊ ഈ വ്ലോഗ് എൻഡ് ആവുകയാണ്. കല്യാണം കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞു. നമ്മൾ പറയുന്നത് സമാപ്തി പരിപാടി, സമാധി അവസാനിച്ചു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം. ഒത്തുകൂടലായിരുന്നു അത്. ചില അംഗങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടോട്ടെ. അല്ല, നമുക്ക് ദീപം തെളിയിച്ച് പ്ലം അടിക്കുമ്പോൾ തീരുന്നതാണ്. ഓക്കെ, ശരി. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. കല്യാണ വ്ലോഗ് അവസാനിക്കുന്നു. ഇവർ തമിഴ്നാട്ടിലും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലും പോകുന്നു. ഓക്കെ, പ്ലം അടിക്കാം. എല്ലാവരും കൂടെ പ്ലം അടിക്കണം. സൈനിങ് ഓഫ്.